പൊതുവേ ഇത് ശത്രുദോഷം ഏൽക്കുമെന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ആദ്യം ഓടിക്കൊണ്ടിരിക്കുന്ന ക്ലോക്ക് പെട്ടെന്ന് നിന്ന് പോകും. പൈപ്പിലെ വെള്ളം അല്ലെങ്കിൽ പൈപ്പ് കേടുപാടാവും, പൈപ്പിൻ്റെ ഇതിന് ഇലക്ട്രിക്കൽ ലൈറ്റിങ്സ് നിന്ന് പോകും. ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ നമ്മളിരിക്കുന്ന കസേരകൾ ഒടിഞ്ഞു പോകും, ഒരു കാര്യം കാണത്തില്ല. ഇതൊക്കെ അതിൻ്റെ ഒരു സിംറ്റംസ് ആണ്. ശത്രുദോഷം സാർ എല്ലാവരുടെയും ഒരു ആവശ്യമാണ്. ശത്രുദോഷം വരാതിരിക്കാൻ എന്ത് ചെയ്യണം? ശത്രുദോഷം വന്നു കഴിഞ്ഞാൽ എങ്ങനെ മാറ്റാൻ പറ്റും ഒന്ന് പറയാമോ? ശത്രുദോഷം എന്ന് പറഞ്ഞാൽ ഇക്കാലത്ത് എല്ലാവർക്കും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സ്വയമായ ഒരു സംശയം ഉണ്ടാവും. എനിക്ക് ശത്രുദോഷം വന്നിട്ടുണ്ടോ, കണ്ണേർ ഏറ്റിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളൊരു സംശയം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ജ്യോതിഷ വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ജലരാശികളിൽപ്പെട്ടവർക്കാണ് പെട്ടെന്ന് ഈ ശത്രുദോഷം ഏൽക്കുന്നത്. മറ്റ് സ്ഥിരരാശിക്കാർക്ക് അങ്ങനെ ഏൽക്കാറില്ല. ജലരാശിയിൽപ്പെട്ടവർക്കാണ് പെട്ടെന്ന് ശത്രുദോഷം. പിന്നെ ഈ കടുത്ത പ്രയോഗമൊക്കെ ചെയ്യുമ്പോൾ അത് പിന്നെ ഈ രാശിയോ നക്ഷത്രമൊന്നും നോക്കേണ്ട കാര്യമില്ല. അത് പല രീതിയിലേക്കും ഒരാളെ വ്യക്തിപരമായിട്ട് നശിപ്പിക്കാൻ വേണ്ടി ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഒരു കുടുംബം നശിപ്പിക്കാനോ ഒരു ബിസിനസ് തകർക്കാനോ വേണ്ടിയൊക്കെ പല രീതിയിലൊക്കെ ചെയ്യാറുണ്ട്. അത് നമുക്ക് ഒരുപാട് ഡീപ്പായിട്ട് പോയി ഇവിടെ നമുക്ക് ഇപ്പോൾ പറയാൻ ഈ വേദിയിൽ നമുക്ക് പറയാൻ ഒക്കത്തില്ല. കാര്യം അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ജനറലായിട്ട് നമ്മളൊരാൾക്ക് ശത്രുദോഷം കണ്ടുപിടിക്കണമെങ്കിൽ 6ാം ഭാവം കൊണ്ട്, 6ാം ഭാവം ഋണരോഗ ശത്രുസ്ഥാനമാണ്. അപ്പോൾ ആ ഗ്രഹം ശുഭഗ്രഹമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതല്ല അശുഭഗ്രഹമാണെങ്കിൽ കുറച്ച് സമയമെടുക്കും. അങ്ങനെയുണ്ട്. അപ്പോൾ ജാതകാലം നോക്കുമ്പോൾ അങ്ങനെ. പിന്നെ ഈ ജാതകാലം നോക്കാതെ തന്നെ ചിലവർ നല്ല രീതിയിൽ ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കും, പെട്ടെന്ന് ഫ്ലോപ്പായി പോകുന്നൊരു അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് ഈ പറഞ്ഞ പല രീതിയിലുണ്ടാവും. ഇപ്പോൾ വേദങ്ങളിൽ കൂടിയുള്ള ശത്രുദോഷം മാറ്റുന്നതുകൊണ്ട്, പിന്നെ മറ്റ് ഭാവങ്ങളിൽ അല്ലെങ്കിൽ വേറെ രീതികളിൽ ചെയ്യുന്നതുകൊണ്ട്. ഇപ്പോൾ നമ്മുടെ ജ്യോതിശാസ്ത്രപരമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വേദം അനുസരിച്ചിട്ട് ചെയ്യുന്ന ശത്രുദോഷങ്ങൾക്കെന്ന് വെച്ചാൽ പരിഹാരം ചെയ്താൽ പെട്ടെന്ന് മാറാം. പിന്നെ ചില ശത്രുദോഷം എന്ന് പറഞ്ഞത് വിളിച്ചു ചൊല്ലി പ്രാവുക എന്നൊക്കെ ഉള്ള ചില അമ്പലങ്ങളിൽ ഈ ഉഗ്രദേവികളായിട്ടുള്ള ഉഗ്രമൂർത്തികൾ ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോയി വിളിച്ചു ചൊല്ലി പ്രാർത്ഥിക്കും. പിന്നെ ആ ദേവിയെ ആവാഹിച്ച് ഇന്ന ആളുടെ ദുരിതങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നമ്മളെ ഏൽക്കാതെ അവർ നശിച്ചു പോകണമെന്നും പറഞ്ഞ് ദേവിയിൽ നിന്നോ അല്ലെങ്കിൽ ആ ഉഗ്രമൂർത്തിയിൽ നിന്നോ ഒരു വാക്ക് വാങ്ങുക, ഞാൻ ചെയ്തു തരാമെന്നുള്ളൊരു സങ്കല്പത്തിൽ കൂടെ. അപ്പോൾ അത് കഴിയുമ്പം ഈ പറഞ്ഞ ആർക്ക് വേണ്ടിയാണോ എതിർത്ത് ചെയ്തത് അവർക്ക് ശത്രുദോഷം ഉണ്ടാവുകയും അയാൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും ഫലമില്ലാതെ വരികയും ഒക്കെ ഉണ്ടാവും. പിന്നെ പൊതുവേ ഇത് ശത്രുദോഷം ഏൽക്കുമെന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ആദ്യം ക്ലോക്ക് നിന്ന് പോകും. ഓടിക്കൊണ്ടിരിക്കുന്ന ക്ലോക്ക് പെട്ടെന്ന് നിന്ന് പോകും. പൈപ്പിലെ വെള്ളം അല്ലെങ്കിൽ പൈപ്പ് കേടുപാടാവും, പൈപ്പിൻ്റെ ഇതിന് ഇലക്ട്രിക്കൽ ലൈറ്റിങ്സ് നിന്ന് പോകും. ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ നമ്മളിരിക്കുന്ന കസേരകൾ ഒടിഞ്ഞു പോകും, ഒരു കാര്യം കാണത്തില്ല. ഇതൊക്കെ അതിൻ്റെ ഒരു സിംറ്റംസ് ആണ്. ഈ ശത്രുദോഷം ഈ വീട്ടിൽ ഏറ്റിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു. പിന്നെ ഗ്രഹനാഥനെയാണ് ഏൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനൊരു മടിയുണ്ടാവും. സ്ഥിരമായിട്ടൊരു ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു പെട്ടെന്നൊരു മടി ഉണ്ടാവുക, അലസത വരിക, വയറുവേദന ഉണ്ടാവുക, തലവേദന ഉണ്ടാവുക. എന്നാൽ പ്രത്യേക റീസണൊന്നും കാണത്തില്ല. രോഗമാണെന്ന് വിചാരിച്ച് ചികിത്സിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ ഡോക്ടർമാർക്ക് ഇത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റത്തില്ല, കാര്യം ഇദ്ദേഹത്തിന് രോഗമില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ശത്രുദോഷം ഏൽക്കുന്നവർക്ക് ഉണ്ടാവും. ചിലതൊക്കെ നാട് വിട്ടു പോകാനും അല്ലെങ്കിൽ നശിപ്പിക്കാൻ വേണ്ടി വരെ ചെയ്യുന്ന കടുത്ത പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മാറ്റിയെടുക്കാൻ അതിൻ്റേതായ എക്സ്പേർട്ടായിട്ടുള്ള കർമ്മം ചെയ്യുന്ന മന്ത്രവാദികളുണ്ട്. അവരെ കൊണ്ട് വേണം അതൊക്കെ ചെയ്ത് മാറ്റിയെടുക്കാനായിട്ട്. ഇപ്പോൾ ചെറിയ രീതിയിലൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഒരു കമ്പയറുണ്ട്. നമ്മളൊക്കെ മുത്തശ്ശിമാരൊക്കെ പറയുന്ന പോലെ കൊച്ചുകുട്ടികൾക്ക് കണ്ണേറ്റ് കഴിഞ്ഞാൽ കരച്ചിൽ വിട്ടുമാറാതിരിക്കും. അപ്പോൾ സന്ധ്യയ്ക്ക് നമ്മൾ ഉപ്പുമുളക് ഒഴിഞ്ഞിടുക, അങ്ങനെയൊക്കെ ഉള്ള ഒരു നാടൻ രീതികളൊക്കെ ഉണ്ട്. പിന്നെ കടുത്ത പ്രയോഗം വരുമ്പോൾ ഇതിനകത്തൊന്നും നിൽക്കത്തില്ല. അപ്പം നമ്മളതിൻ്റെ ഇത് കാരണം ഒരു നല്ല ദൈവജ്ഞനെ കണ്ടുപിടിച്ച് പ്രശ്നം വെച്ച് എന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിൻ്റെ പരിഹാരം എന്താണോ അത് ചെയ്യുമ്പോൾ ഇത് കുറഞ്ഞു വരും. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ദൈവികമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം കിട്ടി വരാൻ കുറേ സമയമെടുക്കും. 21 ദിവസമോ 41 ദിവസമൊക്കെ എടുക്കും. പക്ഷെ മറ്റ് രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അത് പെട്ടെന്ന് ഏൽക്കുകയും ചെയ്യും. അത് വിട്ടുപോകാനും പാടായിരിക്കും. പിന്നെ ശുദ്രകർമ്മങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ചേൽക്കുകയും ചെയ്യും ചെയ്തവർക്ക്. നല്ല രീതിയിൽ ഒരാളെ ദ്രോഹിക്കാനാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ശരിയായ രീതിയിൽ ചെയ്തില്ലെങ്കിൽ അത് തിരിച്ചടിക്കും, ഒരാളെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ പൊതുവേ ഇപ്പോൾ എല്ലാവർക്കും ധനം കിട്ടണം. രണ്ടാമത് എനിക്ക് വല്ല പ്രശ്നങ്ങളുണ്ടോ, കയ്യിൽ ധനമില്ലാതെ വരുമ്പോൾ ഉടനെ നോക്കും, ലാമ എനിക്ക് എന്തോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അവർ ചിന്ത വരും. പക്ഷെ അത് അങ്ങനെ ആയിരിക്കത്തില്ല. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. അപ്പോൾ ഇതിന് പരിഹാരം എന്ന് വെച്ചാൽ ഭദ്രകാളി ക്ഷേത്രത്തിലാണ് അത് പരിഹാരം ചെയ്യേണ്ടത്. ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി രക്തപുഷ്പാഞ്ജലി നടത്തുക, ശത്രു സംഹാര പൂജ നടത്തുക, അതൊക്കെ ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ്.
അങ്ങനെ ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അല്ലെങ്കിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിലൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഒരു വീട്ടിൽ ശത്രുദോഷം ഇരുന്ന് പറഞ്ഞാൽ ഒരു തേങ്ങ എടുത്ത് എല്ലാ വീട്ടിലുള്ള അംഗങ്ങൾക്കും തലയ്ക്ക് ഒഴിഞ്ഞ് പ്രാർത്ഥിച്ച് വീടിനും ചുറ്റും 3 വലത്ത് വെച്ച് ഇതുപോലുള്ള ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി തേങ്ങ ഉടയ്ക്കുക. അല്ലെങ്കിൽ 4 മുക്ക് കൂടുന്ന സ്ഥലത്ത് തേങ്ങ ഉടയും. പിന്നെ ഇതിൽ ഒരുപാട് വേറെ കടുത്ത പ്രയോഗങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഞാനത് സൂചിപ്പിച്ച പോലെ ഇവിടെ നമുക്കത് പറയുകയാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും. ശരി. അപ്പോൾ ലളിതമായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പം കർമ്മം വഴിയൊക്കെയാണ് ചെയ്യേണ്ടത്. ശത്രുദോഷം വരണ ശത്രുസംഹാര പൂജ ചെയ്യാം. പിന്നെ ഈ ഉഗ്രദേവിമാരുള്ള ശൂലിനി, ഭദ്രകാളി ഇങ്ങനെയുള്ളവർക്കെല്ലാം നമ്മൾ പൂജ ചെയ്ത് ആരെയാണ് ശത്രു ബാധിച്ചിരിക്കുന്നത്, അതിപ്പം പല രീതിയിലുള്ള ശത്രുബാധയുണ്ട്. ചില യക്ഷിബാധകളൊക്കെ ഉണ്ട്, പ്രേതബാധകൾ. അത് ആവാഹനം ചെയ്ത് ഉച്ചാടനം ചെയ്ത് ഒഴിവാക്കി കളയേണ്ടതാണ്. ചെറിയ രീതിയിലൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തേങ്ങയൊക്കെ ഒഴിഞ്ഞു കൊണ്ടുപോയി അമ്പലങ്ങളടിക്കുക. പിന്നെ ക്ഷേത്രങ്ങളിൽ തന്നെ ശത്രു സംഹാര പൂജയൊക്കെ ചെയ്യുക. അപ്പോൾ ഇത് ചെയ്തിട്ടും ഫലിക്കാതെ വരുമ്പം നമ്മൾ ഒരു നല്ല ജ്യോതിഷിയെ കണ്ടുപിടിച്ച് അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കി അദ്ദേഹം നിർദ്ദേശിക്കുന്ന പോലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇത് മാറും. മാറിയതിന് ശേഷം ഇതൊന്നും ഏൽക്കാതിരിക്കാൻ വേണ്ടി നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു തകിട് ധരിക്കുന്നതല്ല, ഒരു സംരക്ഷണം കിട്ടും. ഇതാണ് ഇതിനുള്ളൊരു പ്രതിവിധി ചെറുതായിട്ടുള്ളത്. അല്ലാതെ ഉള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് സമയമൊക്കെ എടുക്കും. സാർ, നമുക്കിപ്പോൾ ഈ പറയുന്ന ശത്രുദോഷം എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു പേടി സ്വപ്നമാണ്. ഒരു പോസിറ്റീവ് ഓറയുള്ളൊരു മനുഷ്യന് ഡെയിലി ജപവും ഡെയിലി എന്താ പറയുക അത്രയും കോൺഫിഡൻസ് ഉള്ള മനുഷ്യന് ഇത് ബാധിക്കില്ല എന്നൊരു ആത്മവിശ്വാസമുണ്ട്. സാറ് പറഞ്ഞതുപോലെ ഇങ്ങനെ ഈ പല രീതിയിൽ കൂടോത്രം ഇത് ഏത് രീതിയിൽ ചെയ്തു കഴിഞ്ഞാലും ഇതൊരു ബൂമറാങ്ങാണ്. അതെ, ചെയ്തവൻ ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചടി കിട്ടും, അല്ലേ? ഉറപ്പായിട്ട് കിട്ടും. അപ്പോൾ കഴിവതും സാറ് പറഞ്ഞതുപോലെ സ്വന്തമായിട്ടുള്ള വഴികൾ കണ്ടുപിടിച്ച് ശത്രുദോഷം മാറുവാനും ആ ഒരു പേടിപ്പെടുത്തൽ മാറുവാനും. അതുപോലെ തന്നെ ഈ ഭദ്രകാളി ക്ഷേത്രം ഭയങ്കര പവർഫുള്ളാണ്. അതെ, ഭദ്രകാളി ക്ഷേത്രത്തിൽ സാറ് പറഞ്ഞ പോലെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നടത്തുന്ന രക്തപുഷ്പാഞ്ജലി നമ്മൾ വേറൊരാൾക്ക് ഒരു മോശമായിട്ടുള്ള ഒരു സംഭവം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ ഒന്നും ബാധിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിനിടയിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അതിലുപരി പേടിപ്പെടുത്തലുകളിൽ കൂടെ ആൾക്കാർ ഈ ശത്രുദോഷം എന്ന സംഭവത്തിൽ ചെറിയൊരു അടി പറ്റിക്കഴിഞ്ഞാൽ, ബിസിനസ് താഴെ പോയാൽ എനിക്ക് ശത്രുദോഷം വന്നിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്ന ഒരു സമൂഹത്തിലും കൂടെയാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ളവരിലേക്ക് വേണ്ടി സാറ് കൊടുത്ത ഒരു പോസിറ്റീവ് മെസ്സേജ് വളരെ വലുതാണ്. അതിൽ ഉപരി സ്വന്തമായിട്ട് ജപിക്കേണ്ട എന്തെങ്കിലും മന്ത്രങ്ങളോ എന്തെങ്കിലും സാറിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഈ കോൺഫിഡൻസ് കൂട്ടുക എന്നുള്ളതാണല്ലോ നമ്മളിവിടെ. അതെ. അപ്പം അതിന് നമ്മൾ പ്രധാനമായിട്ട് ഇപ്പം നമുക്ക് ശത്രുബാധ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ അത് അലട്ടും. അതെ അല്ലേ? അതെ. ചിലവരത് മൈൻഡ് ചെയ്തില്ല. അതെ അതെ. അത് പ്രധാന കാരണം എന്ന് വെച്ചാൽ ചന്ദ്രനാണ്. ശരിയാണ്. നമ്മുടെ മനസ്സാണ് ചന്ദ്രൻ. നമ്മുടെ റിമോട്ട് കൺട്രോൾ, മനസ്സിൻ്റെ റിമോട്ട് കൺട്രോൾ എന്ന് പറയുന്നത് ചന്ദ്രൻ. അപ്പോൾ അതിനെ ബലപ്പെടുത്തുക ഫസ്റ്റ്. അതിനെ ബലപ്പെടുത്തുമ്പോൾ ഈ ശത്രുദോഷമൊക്കെ വരുന്ന അവർ കാര്യമാകില്ല. ആ ഒരു മനോധൈര്യം വരുമ്പോൾ ഇത് നമ്മളിൽ വലുതായിട്ട് ഏക്കില്ല. എപ്പോഴും ഈ മനോബലം ഇല്ലാത്തവരിലായിരിക്കും ഇത് പെട്ടെന്ന്. തീർച്ചയായിട്ടും, എസ്പെഷ്യലി അമാവാസ്യ സമയങ്ങളിൽ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും. അപ്പോൾ ഈ വേലിയേറ്റവും ചന്ദ്രൻ്റെ ഒരു ഇതാണ്. അപ്പോൾ ചന്ദ്രനെ നമ്മൾ ബലപ്പെടുത്തണം. അപ്പോൾ ചന്ദ്രനെ ബലപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ പൗർണമി ദിവസം വ്രതം ഇരിക്കുക. എന്നിട്ട് സന്ധ്യാസമയത്ത് ചന്ദ്രനെ നോക്കി ചന്ദ്രഗായത്രിയോ അല്ലെങ്കിൽ ചന്ദ്രസ്തോത്രമോ ഒരു 5 മിനിറ്റ് നമ്മൾ ചെയ്യുക. നമ്മളിപ്പോൾ മൊബൈൽ ഫോൺ ചാർജ് പോയി കഴിഞ്ഞാൽ നമ്മൾ പ്ലഗ് പോയിന്റിൽ കുത്തുന്നത് പോലെയാണ്. നമ്മുടെ എനർജി പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മനോബലം തെറ്റിക്കഴിഞ്ഞാൽ ചാർജ് ചെയ്യണമെങ്കിൽ ചന്ദ്രനെ നോക്കിയാൽ മതി. അപ്പോൾ ആ ചാർജ് ഒരു 10 മിനിറ്റോ 5 മിനിറ്റ് നോക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ധൈര്യം കിട്ടും. ശരി. പ്രത്യേകിച്ച് ജലരാശിയിലുള്ളവർക്കാണെങ്കിൽ ഉടനെ പെട്ടെന്ന് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഇടവൻ രാശിയിലുള്ളവർ, രോഹിണി നക്ഷത്രത്തിലൊക്കെ ഉള്ളവർ, കർക്കിടകൻ രാശിയിലുള്ളവർക്കൊക്കെ ചന്ദ്രനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബലമാണ്. അവർക്ക് അത് ലഗ്നം ആണെങ്കിൽ പോലും പെട്ടെന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ആദ്യം നമ്മുടെ മനസ്സിനെ ബലപ്പെടുത്തുക. മനസ്സിനെ ബലപ്പെടുത്തി കഴിഞ്ഞാൽ സാധാരണ രീതിയിലുള്ള ഇത് നമുക്ക് തോന്നിയാലും നമ്മളത് കെയർ ചെയ്യത്തില്ല. അപ്പോൾ കെയർ ചെയ്യാതെ വരുമ്പം ഇപ്പോൾ ഒരു ശത്രു നമ്മളെ ആക്രമിക്കാൻ വരും, നമ്മളത് മൈൻഡ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ 1-2 പ്രാവശ്യം നമ്മളെ വന്നാലും പിന്നെ അയാൾ വിചാരിക്കും ഇത് കാര്യമില്ല എന്ന് പറഞ്ഞ പോലെ സൈക്കോളജിക്കൽ കാര്യം പറഞ്ഞാൽ അത് കാര്യത്തിലോട്ട് ഞാൻ വരാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതവിടെ ഏക്കത്തില്ല, അത്രത്തോളം ബലമായി കഴിഞ്ഞ്. അപ്പം ചന്ദ്രനെ നമ്മൾ എല്ലാവരും ബലപ്പെടുത്തുന്നതല്ല. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ 2 രാശിക്കാർക്ക് അല്ലെങ്കിൽ ലഗ്നക്കാർക്ക് മാത്രമേ അവരുടെ രാശിനാഥനെ ലഗ്നാധിപതിയോ നഗ്ന നേത്രം കൊണ്ട് കാണാൻ പറ്റും. ഈ 12 രാശികളിൽ അല്ലെങ്കിൽ 12 ലഗ്നങ്ങളിൽ 2 രാശിക്കാർക്കോ 2 ലഗ്നക്കാർക്കോ മാത്രമേ അവരുടെ ലഗ്നാധിപതിയെ
അല്ലെങ്കിൽ രാശിനാഥനെ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തുള്ളൂ. ഒന്ന് കർക്കിടക രാശി, അതിൻ്റെ അധിപതി ചന്ദ്രൻ. ഒന്ന് ചിങ്ങൻ രാശി, അതിൻ്റെ അധിപതി സൂര്യൻ. ഇത് രണ്ടുപേർക്കാണ്. അപ്പോൾ ഈ 2 രാശിക്കാർ ആണ് കിങ് പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്. കിങ്ങും ക്യൂനുമാണ്. അപ്പോൾ ഇവരുടെ 2 പേരുടെ ഈ രാശിക്കാർ അവർക്ക് എന്ത് പ്രതിസന്ധി വന്നാലും അവർ ഈ പ്രാർത്ഥന നടത്തി കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യാൻ പോകണ്ട, ആക്ടിവേറ്റ് ആവും. ശരി, ഇതൊരു സീക്രറ്റാണ് ജ്യോതിഷത്തിൽ. ഇപ്പം ചിങ്ങൻ രാശിക്കാർക്ക് പലവില്ലാതെ പോലെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ സൂര്യഭവനെ പ്രാർത്ഥിക്കുക. എല്ലാ ഗ്രഹങ്ങളുടെയും രാജാവാണ്, അതാവും. അതുപോലെ തന്നെ ചന്ദ്രൻ, മനോബലമില്ലാത്തവരെല്ലാം ചന്ദ്രനെ പ്രാർത്ഥിക്കുക. വെള്ളി ഗ്ലാസ്സിൽ വെള്ളം കുടിക്കുക, വെള്ളി ഗ്ലാസ്സിൽ വെള്ളം കുടിക്കുക. അല്ലെങ്കിൽ ഒരു 3 ഗ്രാമിൻ്റെ 5 ഗ്രാമിൻ്റെ ഒരു വെള്ളി ബാറ് എപ്പോഴും നമ്മുടെ പേഴ്സിലെ വാലറ്റിനകത്ത് കരുതുക. തിങ്കളാഴ്ച ദിവസം വ്രതം ഇരിക്കുക, വെള്ള വസ്ത്രങ്ങൾ, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചന്ദ്രൻ ആക്ടിവേറ്റ് ചെയ്യും. പിന്നെ അമ്മയെ പരിപാലിക്കുക, ചന്ദ്രൻ മാതാവാണ്, അമ്മയെ പരിപാലിക്കുക. പിന്നെ പാല് കുടിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും മനസ്സിലായി. ഇനിയിപ്പോൾ ഇത് ശത്രുദോഷത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ് ഈ പറഞ്ഞ ജലരാശികളുള്ളവർക്ക് നമുക്ക് പെട്ടെന്നത് ആക്ടിവേറ്റ് ആവത്തില്ലല്ലോ. അപ്പോൾ അത് കാരണം ഈ മനോകാരകനായ ചന്ദ്രനെ നമ്മൾ ബലപ്പെടുത്തി കഴിയുമ്പം ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ നമ്മൾ ലേക്കത്തില്ല ഒരു കാരണവശാലും. അപ്പം ഇത് നമുക്ക് ബലപ്പെടുത്താൻ ചന്ദ്രനൊരു കാര്യം. രണ്ടാമത് നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ജാതകാൽ നമുക്ക് അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ് നിൽക്കുന്നത്. ഈ 6ലൊന്നും ഗ്രഹങ്ങളൊന്നൊക്കെ ഇല്ലാതിരിക്കുവാണെങ്കിലും അവരെ ഇത് കൂടുതലായിട്ട് ബാധിക്കാൻ ചാൻസ് കുറവാണ്. ഇല്ല 6ലൊന്നും നിൽക്കുകയാണ്, പാവഗ്രഹങ്ങളൊന്നും ഒക്കെ ഒന്നും ഇല്ലാതെ നിൽക്കുവാണെങ്കിൽ അതങ്ങനെ ബാധിക്കാറില്ല. അപ്പം പൊതുവേ നമുക്ക് ബാധിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഈ ചന്ദ്രന് അല്ലെങ്കിൽ മനസ്സിന് ബലമില്ലാത്തവരായിരിക്കും ഇത് ബാധിക്കുന്നത്. ശരിയാണ്. ഈ ശത്രുദോഷം എന്ന് പറയുന്നത് എല്ലാവരുടെയും ജീവിതത്തിലുള്ളൊരു പേടി സ്വപ്നമാണ്. ശത്രുക്കൾ ഉണ്ടാകാതിരിക്കുക. പക്ഷേ മനസ്സിന്റെ ബലം കൂട്ടുകയാണെങ്കിൽ നമ്മൾ ഇതൊന്നും ബാധിക്കില്ല. ഒരു കാര്യം ഉറപ്പാണ്, ബൂമറാങ്ങാണ്. നമ്മൾ ഇന്ന് കൊടുത്താൽ തിരിച്ചു കിട്ടും. തീർച്ചയായിട്ടും. കൂടോത്രോ കണ്ണേറോ ശത്രുദോഷമോ ഒരാൾ വേറൊരാൾക്ക് ദോഷം ചെയ്താൽ ഇത് തിരിച്ചടിച്ചിരിക്കും. അത് തിരിച്ച് അടിക്കാതിരിക്കാനും അങ്ങനെ ചെയ്യാതിരിക്കാനും വേണ്ടി എല്ലാവരും ഒന്ന് എന്താ പറയുക, ചന്ദ്രൻ്റെ ബലം കൂട്ടുക എന്നുള്ളത് നല്ലതാണ്. എസ്പെഷ്യലി ഈ അമാവാസി സമയങ്ങളിൽ, ചന്ദ്രൻ്റെ ബലക്കുറവുള്ള സമയങ്ങളിൽ സാറ് പറഞ്ഞ പോലെ പൂർണ്ണ ഉപവാസം, നമ്മുടെ പൗർണമി വ്രതം എടുക്കുക, പിന്നെ ചന്ദ്രൻ്റെ ബലം കൂട്ടുക, മനസ്സിന് ധൈര്യം കൂട്ടുക. ഒരു രീതിയിൽ നമ്മളൊന്നും ബാധിക്കില്ല. പിന്നെ സാറ് പറഞ്ഞ പോലെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഭദ്രാളി അമ്മയെ പ്രാർത്ഥിക്കുക. അമ്മയ്ക്ക് വേണ്ടി പോയി പ്രാർത്ഥിച്ചിട്ട് ഈ പറയുന്ന രക്തപുഷ്പാഞ്ജലി ചെയ്യുക. പിന്നെ ഒരാളും വേറൊരാൾക്ക് വേണ്ടി ഒന്നും ചെയ്യാതിരിക്കട്ടെ. അല്ല, നമ്മളുടെയൊക്കെ ആയുസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ പോലുള്ള ഇതല്ലല്ലോ. എല്ലാവരും എത്ര നാൾ ജീവിച്ചിരിക്കുന്നു നമുക്ക് പറയാനല്ല. അപ്പോൾ ഉള്ളിടത്തോളം കാലം എല്ലാവരും സന്തോഷമായിട്ട് കഴിയും. ഇപ്പം തന്നെ വയനാട് ദുരന്തം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും ഓരോ പാഠങ്ങൾ നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ മുൻജന്മ പാപം എന്നൊക്കെ പറഞ്ഞതുപോലെയാണ്, നമ്മൾ വേറൊരാളെ ദ്രോഹിച്ചാൽ അത് തിരിച്ചു വരും. തീർച്ചയായിട്ടും. ആരും ആരെയും ദ്രോഹിക്കാതിരിക്കട്ടെ, ഒരു ശത്രുക്കളും ഉണ്ടാകാതിരിക്കട്ടെ. സന്തോഷമായിട്ട് മുന്നോട്ട് പോകട്ടെ. നന്ദി, നമസ്കാരം. നമസ്കാരം. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഈ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ഈ നമ്പർ നിങ്ങളുടെ മൊബൈൽ സേവ് ചെയ്യുക, വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കുക. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.